എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു താങ്ക്സ് പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം, അതായത് ജൂലൈ 21-നാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. അതായത് വീഡിയോ എല്ലാ ദിവസവും ഷോർട്സും വീഡിയോസായിട്ട് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ, ഇത്രയും നാളിനുള്ളിൽ തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആവാൻ വേണ്ടിയിട്ടുണ്ടായ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഇത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നമ്മളെ വാച്ച് അവേഴ്സ് എങ്ങനെ കൂട്ടാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ വാച്ച് അവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ് ആയതിനു ശേഷം മാത്രമല്ലേ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റൂ. കാരണം പ്രൂഫ് വേണമല്ലോ. ഇപ്പോൾ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി, അത് ഞാൻ എങ്ങനെ കൂട്ടി എന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ വാച്ച് അവർ കൂട്ടി കഴിയുമ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ള ട്രിക്കുകളാണ്, ഞാൻ ഉപയോഗിച്ച ട്രിക്കുകളാണ്. വെറും 4 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളപ്പോഴായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബിൽ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. ആ ടൈമിൽ ഞാൻ 3 മിനിറ്റ് ആണല്ലോ ഷോർട്സാണ് ഞാൻ ആദ്യം ഇട്ട് തുടങ്ങിയത്. അപ്പോൾ 3 മിനിറ്റ് ആണല്ലോ ഷോർട്സിന് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ സമയം പരമാവധി കുറയ്ക്കുക. അതാണ് ഒന്നാമത് ഞാൻ ചെയ്ത കാര്യം. അതായത് ഞാൻ ഷോർട്സ് ഇടുമ്പോൾ അതിൻ്റെ സമയം പരമാവധി ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആരും തന്നെ അങ്ങനെ മെനക്കെട്ടിരുന്ന് നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടു തീർക്കണമെന്നില്ല. നമ്മൾ വീഡിയോ അല്ല ഷോർട്സ് അത് ഫുൾ കണ്ടു തീർക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് അത് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ എത്തിക്കുക. അതിൽ അവരെ നമ്മൾ പിടിച്ചിരുത്തിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ ഡ്യൂറേഷൻ കുറച്ചു എന്നുള്ളതാണ്. എൻ്റെ എല്ലാ ഷോർട്സും ഒരു 30 മിനിറ്റ് കൂടുതൽ പോകാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ്, നല്ല പ്രകാശമുള്ളൊരു സ്ഥലത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. റിംഗ് ലൈറ്റും അങ്ങനെയുള്ളവർക്കൊക്കെ അത് ചെയ്യാം. പക്ഷേ അതില്ലാത്തവർ എന്ത് ചെയ്യുക, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ടൈമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് പരമാവധി വീഡിയോ എടുക്കാൻ നോക്കുക. ഞാൻ ചെയ്തിട്ടുള്ളത് ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ മുറ്റത്തിരുന്നിട്ടാണ് അധികവും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നല്ലോണം ലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഷോർട്സ് ആൾക്കാർ കൂടുതൽ സമയം ഇരുന്ന് കാണും. അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതേസമയം അധികം ലൈറ്റും അങ്ങനെയൊന്നും ഇല്ലാത്ത വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് കാണാൻ മെനക്കെടില്ലല്ലോ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വോയിസ് ഓവർ. നമ്മുടെ വോയിസ് തന്നെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുറന്ന് സംസാരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് തുറന്ന് സംസാരിക്കുക അതുപോലെ സംസാരിക്കണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ലേ അതുപോലെ. അതേസമയം നമ്മളെ വോയിസ് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകൾ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചാൽ നമുക്കൊരു അടഞ്ഞ വോയിസ് ആയിരിക്കും. അതായത് നമ്മുടെ വോയിസ് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ഒന്ന് അടഞ്ഞ് സംസാരിക്കും. അപ്പോൾ അത് കാണുന്നവർക്ക് ഒരു അരോചകമായിട്ടാണ് തോന്നുക. നമ്മുടെ ശരിക്കുള്ള വോയിസ് എന്താണോ അത് അതേപോലെ തന്നെ തുറന്ന് സംസാരിക്കണം. അപ്പോഴുള്ള നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി YT സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് യൂട്യൂബിൽ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ YT സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഈ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് തരമുള്ള ആൾക്കാരാണ് അതായത് ഏത് പ്രായക്കാരാണ് നമ്മൾ വീഡിയോ കൂടുതൽ കാണുക, അതുപോലെ തന്നെ ഏത് സമയത്താണ് നമ്മൾ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുക, അതൊക്കെ നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയാൽ കാണും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് നോക്കി അത് പ്രകാരം ചെയ്യണം. പ്രത്യേകിച്ച് എൻ്റെ കാര്യം നോക്കിയാൽ എനിക്ക് ഏകദേശം 5 മണി ആ ടൈമിൽ 5 മണി 6 മണി ടൈമിലാണ് എനിക്ക് കൂടുതലും എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കയറുക. അതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഒരു 25 to 35 ഏജുള്ള ആൾക്കാരാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ഇപ്പോൾ എൻ്റെ 5 മണിയല്ലേ, അപ്പോൾ ആ 5 മണിക്ക് ഇടാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്യുക. ആ സമയത്ത് കയറിയാൽ വേഗം വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോക്ക് വ്യൂസ് കൂടും. അങ്ങനെ വ്യൂസ് കൂടുമ്പോൾ അത് ഏത് തരം വീഡിയോ ആണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതുപോലെയുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ കാണാം. അതുപോലെ തന്നെ ഇതുപോലെ വ്യൂസ് കൂടുന്ന വീഡിയോയിൽ നമ്മൾ ഇടുന്ന ഏത് വീഡിയോക്കാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാൻ പറ്റും. അതും YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഏത് തരം വീഡിയോക്കാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നോക്കിയിട്ട് അത്തരത്തിലുള്ള വീഡിയോയിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന കമൻറ്റും അതിന് അനുസരിച്ചുള്ള റീപ്ലൈയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമ്മുടെ വീഡിയോക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അങ്ങനെ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമ്മളെ വീഡിയോസ് അവർ കൂടുതൽ കാണുകയും ചെയ്യൂ, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് എത്തിക്കുകയും ചെയ്യൂ. അതുപോലെ തന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന എല്ലാ ചവറുകളും എടുത്തിട്ട് ഇടാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ചിത്രം വരക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യാം, ചിത്രം വരക്കുന്നത് മാത്രം ഇടുക. അതിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ഷോർട്സിൽ വരിക. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു റീച്ച് കിട്ടിയ വീഡിയോ, അതായത് ഇപ്പം ചിത്രം വരക്കുന്ന വീഡിയോ കണ്ടിട്ട് നമ്മുടെ പേജിലേക്ക് കയറി നോക്കുന്ന ആൾക്കാരുണ്ട്. അവർ നോക്കുമ്പോൾ അവർക്ക് കാണേണ്ടത് ഒരുപാട് ചിത്രങ്ങളായിരിക്കും. നമ്മൾ ഒരുപാട് വരക്കുന്ന ഒരുപാട് സ്റ്റൈലിലുള്ള ചിത്രങ്ങളായിരിക്കും, നമ്മൾ വരക്കുന്ന ഒരുപാട് രീതികളിലുള്ള ചിത്രങ്ങളായിരിക്കും അവർക്ക് കാണേണ്ടത്. അപ്പോൾ അങ്ങനെ അവർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്നൊക്കെയുള്ള ചറവറ വീഡിയോസ് ഇട്ട് ചിലപ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ഏത് രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പോഴാണോ നമുക്ക് റീച്ച് കൂടുതലുള്ളത് ആ രീതിയിലുള്ള വീഡിയോസ് തന്നെ മാക്സിമം ഇടാൻ വേണ്ടി നോക്കുക.
ഇനി പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സബ്സ്ക്രൈബേഴ്സായിട്ട് ചിന്തിക്കുക. അതായത് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ നമ്മൾ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള എന്താണ് കാരണം അത് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് ലാഗ് അടിക്കും, അതുകൊണ്ട് അത് ഫുള്ള് കാണാൻ നിൽക്കാതെ നമ്മളത് ഓടിച്ച് കളയുക ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ലാഗ് അടിക്കുമോ എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് ചെയ്ത ശേഷം വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ലാഗ് അടിക്കാത്ത രീതിയിലേക്ക് മാറ്റി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ പേജിലേക്ക് കയറി നോക്കുമ്പോൾ ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന വീഡിയോ ആണെങ്കിൽ അത് മാത്രം കാണണം, കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ അത് മാത്രം കാണണം ഉണ്ടാവണം, അല്ലാതെ അവിടെ നിന്ന് ഇവിടുന്നുള്ള ചവറുകളൊന്നും ഇടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാനൊരു സബ്സ്ക്രൈബറായിട്ട് ഞാൻ ഒരു സബ്സ്ക്രൈബറായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം ഒരു സമയത്ത് എനിക്ക് കേക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേജിൽ പോയി നോക്കും. അങ്ങനെ പേജിൽ പോയി നോക്കുമ്പോൾ അവർ ഒരുപാട് കേക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടത് കാണാം. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി ലൈക്ക് ഇടും. അതേസമയം ചിലരുടെ പേജിൽ കയറുമ്പോൾ അവർ ഒന്നോ രണ്ടോ കേക്ക് ഇടും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിരിക്കും, വീണ്ടും ഒന്നോ രണ്ടോ കേക്ക്. അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എനിക്കത് ഫുള്ള് കാണാനോ അല്ലെങ്കിൽ അവരുടെ പേജ് ഫുള്ള് നോക്കാനോ ഒരു ഇൻട്രസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാരണം മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സിന് സബ്സ്ക്രൈബേഴ്സ് കയറും എന്നുള്ളതിൽ 100% ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്ത് നോക്കി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയണം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.